ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. ഈ വീഡിയോയിൽ പറയുന്നത് 5ാം ക്ലാസ്സിൻ്റെ സാമൂഹിക ശാസ്ത്രം വിഷയത്തിലെ മാതൃകാ ചോദ്യപേപ്പർ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നിങ്ങൾക്ക് നാളെ മൺഡേ ആണല്ലേ എക്സാം വരുന്നത്. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. സോ നമുക്കിവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ആക്കാം. 6 പ്രവർത്തനങ്ങളാണ് നിങ്ങൾക്ക് വരുന്നത്. ഇവിടെ 2, 4 എന്നീ ചോദ്യങ്ങൾക്ക് ചോയ്സ് നൽകിയിട്ടുണ്ട്. ചോയ്സ് ഉള്ള ചോദ്യങ്ങളിൽ A, B എന്നിവയിൽ ഒന്നിന് മാത്രം നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി. നമുക്കിവിടെ മുഴുവൻ ചോദ്യങ്ങളും ഡിസ്കസ് ആക്കാം. ആദ്യത്തെ ചോദ്യം, ആദിമ മനുഷ്യന്റെ ഭക്ഷണ രീതിയിലുണ്ടായ വളർച്ചാ ഘട്ടങ്ങളെ കാണിക്കുന്ന നാഴിക കല്ലുകളാണ് നൽകിയിരിക്കുന്നത്. അവയിൽ വിട്ടുപോയത് കണ്ടെത്തി പൂർത്തിയാക്കുക. ആദ്യം ഭക്ഷണ സമ്പാദനമാണ്, പിന്നെ തീയുടെ ഉപയോഗം. അടുത്ത ഘട്ടമായിട്ട് നമുക്ക് എഴുതാം മൺപാത്രങ്ങൾ ഉണ്ടാക്കിയത് അല്ലേ. മൺപാത്രങ്ങൾ ഉണ്ടാക്കി ഭക്ഷണം സൂക്ഷിച്ചു വെച്ചു അല്ലേ. പിന്നെയോ നമുക്ക് ഭക്ഷണ സാധനങ്ങളുടെ കൈമാറ്റം. അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ത് ചെയ്തിരുന്നു? കൈമാറ്റം ചെയ്ത് അവർക്ക് ആവശ്യമുള്ളത് വാങ്ങിയിരുന്നു അല്ലേ. സോ ഈ 2 സ്റ്റേജസും ഈ 2 ഘട്ടങ്ങൾ കൂടിയാണ് ഇവിടെ നിങ്ങൾ എഴുതി ചേർക്കേണ്ടത്. അടുത്തത് ചോദ്യം B ആണ്. തീയുടെ ഉപയോഗം മനുഷ്യ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ ഉൾപ്പെടുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കുക. ആദിമ മനുഷ്യർ തീ ഉപയോഗിക്കാൻ പഠിച്ചതോടെ അവർ ഭക്ഷണങ്ങളൊക്കെ പാചകം ചെയ്ത് കഴിക്കാൻ തുടങ്ങി അല്ലേ. മത്സ്യമാവട്ടെ ചുട്ട് കഴിക്കാൻ തുടങ്ങി, ഇറച്ചിയും മീനൊക്കെ ചുട്ട് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അവർ ആദ്യം പച്ചയായിട്ടായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് അവർ തീ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെയാണ് വേവിച്ച് കഴിക്കാനായിട്ട് തുടങ്ങിയത്. പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങളും വേരുകളും അവർ ചുട്ട് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ തീയുടെ ഉപയോഗം വലിയ മാറ്റം തന്നെയാണ് അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. സോ നമുക്കിത് കുറിപ്പായിട്ടൊന്ന് എഴുതാം. തീയുടെ ഉപയോഗം ആദിമ മനുഷ്യരുടെ ഭക്ഷണശീലങ്ങളിൽ വലിയ മാറ്റം വരുത്തി. ആദിമ മനുഷ്യർ ഭക്ഷണം അതിൻ്റെ സ്വാഭാവിക രൂപത്തിൽ തന്നെ കഴിക്കുമായിരുന്നു. തീ ഉപയോഗിക്കാൻ അവർ പഠിച്ചതോടെ തീയിൽ വെച്ച് വേവിച്ച ഭക്ഷണം രുചികരമാണെന്ന് അവർ കണ്ടെത്തി. വേവിച്ച ഭക്ഷണം കഴിക്കാൻ ലളിതവും നന്നായി ചവയ്ക്കാൻ എളുപ്പവുമാണെന്ന് അവർ മനസ്സിലാക്കി. തീയെ നിയന്ത്രിക്കാനും ഉപയോഗിക്കാനും അവർ പഠിച്ചതോടെ ഭക്ഷണം തയ്യാറാക്കാൻ അവർ തീ ഉപയോഗിക്കാൻ തുടങ്ങി. ആദ്യം അവർ തീയിൽ മീനും മാംസവും വറുത്തായിരുന്നു. വറുത്ത മീനും മാംസവും രുചികരമാണെന്ന് കണ്ടതോടെ അവർ അത് പതിവായി കഴിക്കാൻ തുടങ്ങി. പിന്നീട് അവർ കിഴങ്ങു വർഗ്ഗങ്ങളും വേരുകളും ചുട്ടു കഴിക്കാൻ തുടങ്ങി. അങ്ങനെ തീ ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്യുന്നതിനുള്ള വ്യത്യസ്ത മാർഗങ്ങൾ അവർ പതിയെ പഠിച്ചു. വേവിച്ച ഭക്ഷണത്തിന്റെ പ്രാധാന്യം അവർ മനസ്സിലാക്കാൻ തുടങ്ങി. ക്രമേണ പാചകം അവരുടെ ദൈനംദിന ജീവിതത്തിന്റെ ഒരു ഭാഗമായി. അവർ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് പാകം ചെയ്യാൻ പഠിച്ചു. പച്ചയായി എന്തും കഴിക്കുന്നതിന് പകരം പാകം ചെയ്ത് രുചികരമായ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അങ്ങനെ തീയുടെ ഉപയോഗം ആദിമ മനുഷ്യരുടെ ഭക്ഷണശീലങ്ങളിൽ വലിയ മാറ്റം വരുത്തി. അവർ രുചികരവും പാകം ചെയ്തതുമായ ഭക്ഷണം ആസ്വദിക്കാൻ സഹായിച്ചു. അടുത്തത് 2ാമത്തെ ചോദ്യമാണ്. ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, എയും ബിയും ഉണ്ട്. ആദ്യം A ചോദ്യം നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കുറച്ച് പ്ലക്കാർഡ്സ് നൽകിയിട്ടുണ്ട്. ആരോഗ്യം സംരക്ഷിക്കുന്നതിനാവശ്യമായ ഭക്ഷണം എല്ലാ മനുഷ്യരുടെയും അവകാശമാണ്. ഭക്ഷണം പാഴാക്കരുത്. മറ്റുള്ളവരുമായി ഭക്ഷണം പങ്കുവെക്കൂ. ഭക്ഷണം പാഴാക്കരുത്. സോ ഭക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്ന കുറച്ച് പ്ലക്കാർഡുകളാണ് ഇവിടെ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ചോദ്യം ഇതാണ്: ലോക ഭക്ഷ്യദിനമായി ആചരിക്കുന്നത് താഴെ പറയുന്നതിൽ ഏത് ദിവസമാണ്? ഓപ്ഷൻസ്: ഒക്ടോബർ 6, സെപ്റ്റംബർ 16, ജൂൺ 6, ഒക്ടോബർ 16. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി, ഒക്ടോബർ 16 ആണ്. ഇനി B ചോദ്യം, ഭക്ഷ്യദിനാചരണത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്ന പ്രസംഗത്തിൽ ഉൾപ്പെടുത്തുന്നതിനായി പ്രധാന ആശയങ്ങൾ എഴുതുക. സോ നിങ്ങൾ ഇവിടെ തയ്യാറാക്കേണ്ടത് ഭക്ഷ്യദിനാചരണത്തിന്റെ പ്രാധാന്യം എന്നിവയ്ക്ക് തയ്യാറാക്കുന്ന പ്രസംഗത്തിൽ പറയാൻ പറ്റിയിട്ടുള്ള ആശയങ്ങളാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്, പ്രസംഗമല്ല. സോ ഇത് നിങ്ങൾ പോയിന്റ്സ് ആയിട്ട് എന്തൊക്കെ പോയിന്റ് നമുക്ക് ഈ ഒരു പ്രസംഗത്തിൽ ഉൾപ്പെടുത്താം. ഭക്ഷ്യത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടാണ് അല്ലേ പറയുന്നത്. സോ ഭക്ഷണം പാഴാക്കരുത്, എല്ലാവർക്കും ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം എല്ലാവരുടെയും അവകാശമാണ്, നമ്മൾ ഭക്ഷണം പാഴാക്കരുത് എന്നൊക്കെ നമുക്ക് എഴുതാം അല്ലേ. സോ നമുക്കിവിടെ എഴുതി നോക്കാം. 1, നാം ഭക്ഷണം പാഴാക്കരുത്. 2, കർഷകരെയും അവരുടെ കഠിനാധ്വാനത്തെയും നാം ബഹുമാനിക്കണം. 3, എല്ലാവർക്കും ആരോഗ്യകരമായ ഭക്ഷണം ലഭിക്കാനുള്ള അവകാശമുണ്ട്. 4, നാം ആരോഗ്യകരവും പോഷക സമൃദ്ധവുമായ ഭക്ഷണം കഴിക്കണം. 5, നാം ഭക്ഷണം സംരക്ഷിക്കുകയും നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുകയും വേണം. അടുത്തത് 2ലെ B ചോദ്യമാണ്. പീലിയുടെ ഗ്രാമം എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്.
പീലിയുടെ ഗ്രാമം എന്ന യൂണിറ്റിലെ മീനുവിനെ പരിചയപ്പെട്ടല്ലോ. ഭിന്നശേഷിയുള്ള നടക്കാൻ കഴിയാത്ത ഒരു കുട്ടിയായിരുന്നു അല്ലേ മീനു. പീലിയുടെ കൂട്ടുകാരെ പോലെ വ്യത്യസ്ത സാമൂഹ്യ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവർ നമ്മുടെ ചുറ്റുപാടും ഉണ്ടല്ലോ. നമ്മുടെ സന്തോഷ സന്ദർഭങ്ങളിൽ അവരെ കൂടി ഉൾപ്പെടുത്തേണ്ടത് ആവശ്യമില്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉൾപ്പെടുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കുക. സോ എന്താണ്, നമ്മുടെ സന്തോഷ നിമിഷങ്ങളിൽ നമ്മുടെ എല്ലാ കൂട്ടുകാരെയും നമ്മൾ ഉൾപ്പെടുത്തണം അല്ലേ. നമ്മൾ യാതൊരു വേർതിരിവും ആരോടും ഏത് സാഹചര്യങ്ങളിൽ നിന്ന് വന്നവരാവട്ടെ നമ്മൾ ഒരു വേർതിരിവും അവരോട് നാം കാണിക്കരുത്. സോ നമുക്കിതൊരു കുറിപ്പായിട്ട് എഴുതണം. നമ്മുടെ ചുറ്റുപാടിൽ വ്യത്യസ്ത സാമൂഹിക സാഹചര്യങ്ങളിൽ നിന്നും പലരും ഉണ്ടാകാം. അവരുടെ ജീവിത സാഹചര്യങ്ങളും കഴിവുകളും വ്യത്യസ്തമായിരിക്കാം. എന്നാൽ സന്തോഷവും സൗഹൃദവും എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ്. അതിനാൽ നമ്മുടെ സന്തോഷ സന്ദർഭങ്ങളിൽ മറ്റുള്ളവരെയും കൂടി ഉൾപ്പെടുത്തണം. മീനുവിനെ പോലെ പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികളെയും നമ്മൾ സ്നേഹത്തോടെയും കരുതലോടെയും കൂടെ ചേർക്കണം. അങ്ങനെ എല്ലാവരെയും ഉൾപ്പെടുത്തി സന്തോഷം പങ്കിടുമ്പോൾ നമ്മുടെ സന്തോഷം കൂടുതൽ മനോഹരമാകുകയും സമൂഹത്തിൽ സ്നേഹവും സൗഹൃദവും വളരുകയും ചെയ്യും. ബി ചോദ്യം, പീലിയുടെ ഗ്രാമത്തിലേക്കുള്ള യാത്രയ്ക്ക് ശേഷം പീലിയുടെ കൂട്ടുകാരുടെ മനോഭാവങ്ങളിൽ വന്ന മാറ്റം തിരിച്ചറിഞ്ഞല്ലോ. മനോഭാവങ്ങളിൽ വന്ന മാറ്റങ്ങളിൽ യോജിക്കാത്തത് ഏതാണ്? അവരുടെ മനോഭാവം എന്തായിരുന്നു? ഗ്രാമത്തിലുള്ള ആളുകൾക്കും എല്ലാ പരിമിതികളുണ്ടെങ്കിലും എന്താണ്, അവർക്കും സന്തോഷമുണ്ട്. ഗ്രാമത്തിലുള്ള ആളുകൾക്കും അവരുടേതായ സന്തോഷങ്ങളുണ്ട്. സിറ്റിയിൽ നഗരങ്ങളിലുള്ള ആളുകൾക്കും അവരുടേതായ സന്തോഷങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. സോ നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ്, പ്രസ്താവനകൾ വായിക്കാം. എ, നഗരത്തിലും ഗ്രാമത്തിലും ഒരുപോലെ സന്തോഷകരമായ ജീവിതം നയിക്കാൻ കഴിയും. ശരിയാണ്. ബി, ഭാഷ ദേശഭേദം അതെ എല്ലാവർക്കും ഒരുപോലെ പരിഗണന നൽകണം. ശരിയാണ്. മുന്തിയ സൗകര്യങ്ങളുള്ള ജീവിതം മാത്രമാണ് സന്തോഷകരമായത്. അത് തെറ്റാണ്. നമുക്ക് എല്ലാവിധ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലേ നമുക്ക് സന്തോഷം ഉണ്ടാവൂ എന്നില്ല. സോ ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് സി ആണ്. അതായത് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. ചോദ്യം 3, താഴെ നിങ്ങൾക്ക് 2 ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. പീലിയുടെ ഗ്രാമം എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിത്രങ്ങളാണ്. ആദ്യത്തെ ചിത്രം ആഴ്ച ചന്തകളാണ്. പാഠഭാഗത്ത് നാം പഠിച്ചിട്ടുണ്ട്, അവിടെ ആഴ്ച ചന്ത നടക്കുന്നുണ്ട്. അവർ നിർമ്മിച്ചിട്ടുള്ള, ഗ്രാമത്തിലുള്ള ആളുകൾ നിർമ്മിച്ചിട്ടുള്ള സാധനങ്ങൾ ആഴ്ച ചന്തയിൽ കൊണ്ടുവന്ന് വിൽക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അവർ വാങ്ങുകയും ചെയ്യുന്നു എന്നുള്ളത്. രണ്ടാമത്തെ ചിത്രം സൂപ്പർ മാർക്കറ്റ് ആണ്. നമ്മൾ ഇന്ന് ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും കാണപ്പെടുന്ന എല്ലാ പലതരത്തിലുള്ള സാധനങ്ങളും നമുക്ക് ലഭ്യമാകുന്ന സ്ഥലമാണ് സൂപ്പർ മാർക്കറ്റ് എന്ന്. ഇനി ചോദ്യം ഇതാണ്, ചിത്രങ്ങൾ നിരീക്ഷിക്കുക. വ്യത്യസ്ത അനുഭവങ്ങളാണ് 2 കച്ചവട കേന്ദ്രങ്ങളും നമുക്ക് നൽകുന്നത്. പ്രാദേശിക ചന്തകളെയും സൂപ്പർ മാർക്കറ്റുകളെയും താരതമ്യം ചെയ്ത് ഒരു കുറിപ്പ് തയ്യാറാക്കുക. നമുക്ക് എഴുതാം. പ്രാദേശിക ചന്തകൾ സാധാരണയായി ആഴ്ചയിൽ ഒരു ദിവസം നടക്കുന്ന ചന്തകളാണ്. കർഷകരും ചെറുകിട കച്ചവടക്കാരും ഇവിടെ പച്ചക്കറികൾ, പഴങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ തുടങ്ങിയ സാധനങ്ങൾ വിൽക്കുന്നു. നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ നേരിട്ട് വാങ്ങാൻ സാധിക്കും. വിലപേശി സാധനങ്ങൾ വാങ്ങാനും സാധിക്കും. ആളുകൾ തമ്മിൽ നേരിട്ട് കണ്ടുമുട്ടുകയും സംസാരിക്കുകയും ചെയ്യുന്നതിനാൽ പ്രാദേശിക ചന്തകൾ ഒരു സാമൂഹിക ഇടം കൂടിയാണ്. സൂപ്പർ മാർക്കറ്റുകൾ സാധാരണയായി എല്ലാ ദിവസവും പ്രവർത്തിക്കുന്ന വലിയ കടകളാണ്. വിവിധ തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കളും മറ്റു അവശ്യ സാധനങ്ങളും ഒരേ സ്ഥലത്ത് ലഭിക്കും. സാധനങ്ങൾ വിവിധ വിഭാഗങ്ങളായി ക്രമമായി നിരത്തി വെച്ചിരിക്കും. വിലപേശൽ സാധാരണയായി ഉണ്ടാകില്ല. ഉപഭോക്താക്കൾക്ക് ആവശ്യമായ സാധനങ്ങൾ എളുപ്പത്തിൽ തിരഞ്ഞെടുത്ത് വാങ്ങാൻ സാധിക്കും. പ്രാദേശിക ചന്തകൾ നാട്ടിലെ ഉൽപ്പന്നങ്ങൾക്കും കർഷകർക്കും പ്രാധാന്യം നൽകുകയും ആളുകളെ തമ്മിലുള്ള ബന്ധം വളർത്തുകയും ചെയ്യുന്നു. സൂപ്പർ മാർക്കറ്റുകൾ കൂടുതൽ സൗകര്യപ്രദമായി പലതരം സാധനങ്ങൾ ഒരേ സ്ഥലത്ത് ലഭ്യമാക്കുന്നു. അതിനാൽ രണ്ടിനും അവരുടേതായ പ്രത്യേകതകളും പ്രാധാന്യവുമുണ്ട്. ബി ചോദ്യം, തന്നിരിക്കുന്ന കൂട്ടത്തിൽ നിന്നും പീലിയുടെ ഗ്രാമത്തിന്റെ സവിശേഷതകളല്ലാത്ത ആശയം കണ്ടെത്തുക. ഓപ്ഷൻ എ, വിശാലമായ കൃഷിയിടങ്ങൾ, അതുണ്ട്. ബി, നാടൻ വിഭവങ്ങൾ കൊണ്ടുള്ള ഭക്ഷണം, അതും ശരിയാണ്. സി, തിരക്കേറിയ നിരത്തുകൾ, അത് തെറ്റാണല്ലേ, അവിടെ തിരക്കേറിയ നിരത്തുകളില്ല. ഡി, ലളിതമായ ജീവിതം, അതും ശരിയാണ്. സോ ഇവിടെ അവരോട് യോജിക്കാത്തത് ഓപ്ഷൻ സി, തിരക്കേറിയ നിരത്തുകൾ എന്നാണ്. അതാണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം. ചോദ്യം 4, ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ഇവിടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ആദ്യത്തെ ചിത്രത്തിൽ ആദിമ മനുഷ്യരുടെ ചിത്രമാണ്. അവരുടെ വസ്ത്രധാരണ എങ്ങനെയായിരുന്നു? അവർ മരത്തിന്റെ തൊലി കൊണ്ടും ഇലകൾ കൊണ്ടും
മൃഗങ്ങളുടെ തൊലി കൊണ്ടുമാണ് വസ്ത്രങ്ങൾ നിർമ്മിച്ച് ധരിച്ചിരുന്നത്. രണ്ടാമത്തെ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് ഇന്നത്തെ മോഡേൺ ആയിട്ടുള്ള വസ്ത്രധാരണയാണ്. പല നിറങ്ങളിലുള്ള, പല സ്റ്റൈലുകളിലുള്ള വ്യത്യസ്ത വസ്ത്രങ്ങളെ നിങ്ങൾക്ക് അവിടെ കാണാം. ചോദ്യം ഇതാണ്: വസ്ത്രധാരണ രീതിയിലുണ്ടായ മാറ്റത്തെക്കുറിച്ച് എന്തെല്ലാം കണ്ടെത്തലുകൾ നടത്താനാകും? അതിൻ്റെ കാരണങ്ങൾ കൂടി എഴുതുക. നമുക്ക് എഴുതാം. ആദ്യകാലത്ത് വേട്ടയാടി ജീവിച്ചിരുന്ന മനുഷ്യർ ചുറ്റുപാടിൽ നിന്ന് ലഭിച്ചിരുന്ന വസ്തുക്കളാണ് വസ്ത്രമായി ഉപയോഗിച്ചിരുന്നത്. പുല്ല്, ഇലകൾ, മരത്തോൽ, മൃഗങ്ങളുടെ തോൽ, രോമം എന്നിവ ഉപയോഗിച്ച് അവർ വസ്ത്രങ്ങൾ ഉണ്ടാക്കി. മൃഗങ്ങളുടെ കൊമ്പും എല്ലും സൂചികളാക്കി വസ്ത്രങ്ങൾ തുന്നാനും ഉപയോഗിച്ചിരുന്നു. കാലക്രമേണ വസ്ത്രധാരണത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. പരുത്തി, ചണം എന്നിവയിൽ നിന്ന് നൂലുണ്ടാക്കി തുണി നെയ്യാൻ തുടങ്ങി. പിന്നീട് തറികളും നെയ്ത്തുപകരണങ്ങളും ഉപയോഗിച്ച് കൂടുതൽ വേഗത്തിൽ തുണി നിർമ്മിക്കാൻ തുടങ്ങി. ഇന്ന് പലതരം തുണികളും വിവിധ നിറങ്ങളിലും രൂപങ്ങളിലുമുള്ള വസ്ത്രങ്ങളും ഉപയോഗിക്കുന്നു. കാലാവസ്ഥയ്ക്കും തൊഴിലാവശ്യങ്ങൾക്കും അനുസരിച്ച് വ്യത്യസ്ത വസ്ത്രങ്ങൾ ധരിക്കുന്നു. ആദ്യകാല വസ്ത്രങ്ങളിൽ നിന്ന് ഇന്നത്തെ വസ്ത്രങ്ങളിലേക്ക് വന്ന മാറ്റങ്ങൾക്ക് പല കാരണങ്ങളുമുണ്ട്. മനുഷ്യരുടെ വസ്ത്രാവശ്യം വർദ്ധിച്ചത്, നെയ്ത്തുപകരണങ്ങളുടെ കണ്ടുപിടുത്തം, സാങ്കേതിക വിദ്യയുടെ വളർച്ച, കാലാവസ്ഥ, ആചാരങ്ങൾ, തൊഴിൽ, പ്രാദേശിക വ്യത്യാസങ്ങൾ, യാത്ര ചെയ്യുന്നതിനുള്ള സൗകര്യം എന്നിവ വസ്ത്രധാരണത്തിലെ മാറ്റങ്ങൾക്ക് കാരണമായി. അങ്ങനെ കാലത്തിനനുസരിച്ച് മനുഷ്യരുടെ വസ്ത്രധാരണത്തിൽ വലിയ മാറ്റങ്ങളും വൈവിധ്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ബി ചോദ്യം കാണാം. കാലഘട്ടത്തിനനുസരിച്ച് തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ കൈത്തറി കേന്ദ്രം അല്ലാത്തത് ഏത്? ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ 3 ആറന്മുളയാണ്. 4 ബി ചോദ്യമാണ്. വസ്ത്രനിർമ്മാണ പുരോഗതി. സ്പിന്നിങ് ജെന്നി, യന്ത്രത്തറി, കൃത്രിമ ചായങ്ങൾ, കൃത്രിമ നാരുകൾ. നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് വസ്ത്രനിർമ്മാണത്തിന്റെ ഓരോരോ ഘട്ടങ്ങളാണല്ലേ, അതിൽ വന്നിട്ടുള്ള പുരോഗതികളാണ്. ആശയപടം നിരീക്ഷിക്കൂ. ചോദ്യം ഇതാണ്: യന്ത്രങ്ങളുടെ ഉപയോഗം വസ്ത്രനിർമ്മാണത്തിൽ വരുത്തിയ മാറ്റങ്ങൾ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ എഴുതുക. പ്രസ്താവനകൾ വായിക്കാം. വസ്ത്ര ഉൽപാദനത്തിൽ വർധനവുണ്ടായി. അത് ശരിയാണല്ലേ. ഇങ്ങനെ യന്ത്രങ്ങളൊക്കെ വന്നതോടെ വസ്ത്രത്തിന്റെ ഉൽപാദനത്തിൽ വൻ വർധനവ് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഒന്നാമത്തത് ശരിയാണ്. മനുഷ്യരുടെ അധ്വാന ഭാരം വർദ്ധിച്ചു. അത് തെറ്റാണല്ലേ. യന്ത്രങ്ങളും ഇതൊക്കെ കണ്ടുപിടിച്ചതോടെ മനുഷ്യരുടെ അധ്വാന ഭാരം കുറയുകയാണ്. ഇവിടെ വർദ്ധിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് തെറ്റാണ്. മൂന്നാമത്തത് വസ്ത്രവൈവിധ്യത്തിന് കാരണമായി. ശരിയാണ്. പലതരത്തിലുള്ള വസ്ത്രങ്ങൾ നിർമ്മിക്കാനായിട്ട് ഇത് കാരണമായിട്ടുണ്ട് അല്ലേ. പലതരത്തിലുള്ള നൂലുകളും നാരുകളും കണ്ടെത്തിയതോടെ പലതരത്തിലുള്ള വസ്ത്രങ്ങൾ നിർമ്മിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത പോയിന്റ്: ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ കഴിഞ്ഞു. അതും ശരിയാണ് അല്ലേ. നല്ല ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ നിർമ്മിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന 1, 3, 4 ഇവ ശരിയാണ് എന്നാണ്. ഇനി ബി ചോദ്യം: വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കൃത്രിമ നാരുകളെ കുറിച്ച് വിശദീകരിച്ചു ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്നാണ്. ഒക്കെ നിങ്ങൾ വസ്ത്രനിർമ്മാണത്തിന്റെ പാഠഭാഗത്ത് പഠിക്കുന്നുണ്ട്. ആ പാഠഭാഗം നന്നായിട്ട് വായിച്ചിട്ട് എക്സാമിന് പോവുക. നമുക്കിവിടെ എഴുതാം: കൃത്രിമ നാരുകൾ മനുഷ്യർ നിർമ്മിക്കുന്ന നാരുകളാണ്. ഇവ പെട്രോളിയം പോലുള്ള രാസവസ്തുക്കളിൽ നിന്നാണ് നിർമ്മിക്കുന്നത്. സസ്യങ്ങളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും ലഭിക്കുന്ന പ്രകൃതിദത്ത നാരുകളിൽ നിന്ന് ഇവ വ്യത്യസ്തമാണ്. പോളിസ്റ്റർ, നൈലോൺ, റയോൺ എന്നിവ കൃത്രിമ നാരുകളുടെ ഉദാഹരണങ്ങളാണ്. ഈ നാരുകൾ ഉപയോഗിച്ച് പലതരം വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നു. ഇവയ്ക്ക് ശക്തി കൂടുതലാണ്. സാധാരണയായി ഇവ പ്രകൃതിദത്ത നാരുകളേക്കാൾ ചെലവ് കുറഞ്ഞതുമാണ്. കൂടാതെ ഇവ പെട്ടെന്ന് ചുളിയുകയുമില്ല. കൃത്രിമ നാരുകളുടെ ഉപയോഗം വസ്ത്രനിർമ്മാണത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ അളവിൽ വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഇത് സഹായിച്ചു. വിവിധ നിറങ്ങളിലും രൂപങ്ങളിലും ഘടനകളിലും വസ്ത്രങ്ങൾ നിർമ്മിക്കാനും സാധിച്ചു. കൃത്രിമ നാരുകൾ ഉപയോഗിച്ചുള്ള വസ്ത്രങ്ങൾ കൂടുതൽ ലഭിച്ചു. അതായത് കുറേ കാലം ഇത് നിലനിന്നു എന്നാണ്. അതിനാൽ വസ്ത്രനിർമ്മാണം എളുപ്പവും വേഗത്തിലുമാകുകയും കൂടുതൽ വൈവിധ്യമാർന്ന വസ്ത്രങ്ങൾ ലഭ്യമാകുകയും ചെയ്തു. ഇത് തുണി വ്യവസായത്തിലും നമ്മുടെ ദൈനംദിന ജീവിതത്തിലും കൃത്രിമ നാരുകൾക്ക് പ്രധാന സ്ഥാനമുണ്ട്. ഇനി 5ാമത്തെ ചോദ്യമാണ്. നിങ്ങൾക്കിവിടെ കുറച്ച് തലക്കെട്ടുകൾ നൽകിയിട്ടുണ്ട്. സ്വയം തൊഴിൽ സംരംഭത്തിലൂടെ നിരവധി കുടുംബങ്ങൾക്ക് തൊഴിൽ നൽകി യുവാവ്. സ്വയം തൊഴിൽ സംരംഭത്തിലൂടെ പ്രതിമാസം 50,000 രൂപ വരെ സമ്പാദിക്കുന്ന വീട്ടമ്മ. വാർത്താ തലക്കെട്ടുകൾ നിരീക്ഷിക്കുക. ഇവിടെ സ്വയം തൊഴിലിനെ കുറിച്ചിട്ടാണല്ലേ പറയുന്നത്. സ്വയം തൊഴിലിലൂടെ ഒരുപാട് ആളുകൾക്ക് ജോലികൾ നൽകുന്നുണ്ട്, ഒരുപാട് സമ്പാദിക്കുന്നുണ്ട്.
സോ ചോദ്യം ഇതാണ്, സ്വയം തൊഴിൽ സംരംഭത്തിലൂടെ ജീവിത വിജയം നേടിയ സംരംഭകയുമായി അഭിമുഖം നടത്തുന്നതിനായി 4 ചോദ്യങ്ങൾ തയ്യാറാക്കുക. സോ നമുക്ക് അവരോട് ചോദിക്കാൻ പറ്റിയിട്ടുള്ള 4 ചോദ്യങ്ങളാണ് നമ്മൾ എഴുതി തയ്യാറാക്കേണ്ടത്. എഴുതാം. സ്വയം തൊഴിൽ തിരഞ്ഞെടുക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് എന്താണ്? ചോദ്യം 2, നിങ്ങളുടെ സംരംഭം ആരംഭിച്ചപ്പോൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു? ചോദ്യം 3, സ്വന്തമായി ഒരു സംരംഭം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾ എന്ത് ഉപദേശമാണ് നൽകുക? ചോദ്യം 4, നിങ്ങളുടെ ജോലി മറ്റു ആളുകൾക്കും കുടുംബങ്ങൾക്കും എങ്ങനെയാണ് സഹായകരമാകുന്നത്? ബി ചോദ്യം, സ്വയം തൊഴിൽ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളുടെയും ഗുണഭോക്താക്കളുടെയും പട്ടിക പൂർത്തിയാക്കുക. താഴെ നിങ്ങൾക്ക് ഒരു പട്ടിക നൽകിയിട്ടുണ്ട്. ആദ്യത്തെ കോളത്തിൽ സ്വയം തൊഴിൽ പദ്ധതിയാണ്, രണ്ടാമത്തെ കോളത്തിൽ ഗുണഭോക്താക്കൾ. ഈ പദ്ധതി ആർക്ക് വേണ്ടിയിട്ടാണ് എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. ഇതേ ഒരു പട്ടിക നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ പാഠഭാഗത്തുണ്ട്. പേജ് നമ്പർ 48 സ്വയം തൊഴിൽ പദ്ധതികൾ. നവജീവൻ പദ്ധതി ഇത് ആർക്കാണ്? മുതിർന്ന പൗരർക്ക് വേണ്ടിയിട്ടാണ്. കൈവല്യ ഭിന്നശേഷിക്കാർക്കാണ്. ശരണ്യ വനിതകൾക്കാണ്. സോ ഇതാണ് നിങ്ങൾ അവിടെ പൂർത്തിയാക്കി കൊടുക്കേണ്ടത്. ചോദ്യം 6 തൊഴിൽ വൈവിധ്യങ്ങൾ എന്ന വിഷയത്തിൽ കുട്ടികൾ തയ്യാറാക്കിയ തൊഴിലുകളുടെ പട്ടിക നിരീക്ഷിക്കുക. നിങ്ങൾക്ക് ഇവിടെ വിവിധ തൊഴിലുകൾ എന്ന് നൽകിയിട്ടുണ്ട്. കൃഷി, കച്ചവടം, അധ്യാപനം, കന്നുകാലി വളർത്തൽ, മത്സ്യബന്ധനം, നിയമപാലനം, തേനീച്ച വളർത്തൽ, റബ്ബർ ടാപ്പിംഗ്. ചോദ്യം ഇതാണ്, ഈ വിവിധ തൊഴിലുകളെ തന്നിരിക്കുന്ന പട്ടികയിൽ ക്രമീകരിക്കുക. നിങ്ങൾക്ക് താഴെ കാർഷിക തൊഴിലുകൾ, കാർഷികേതര തൊഴിലുകൾ, കാർഷിക തൊഴിലല്ലാത്തത് എന്ന് 2 കോളങ്ങളായിട്ട് നൽകിയിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു തൊഴിലുകൾ ആ 2 കോളത്തിലേക്ക് വേർതിരിച്ച് എഴുതാണ് വേണ്ടത്. നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. കൃഷി ഏതാണ്? കാർഷിക തൊഴിലാണ്. കച്ചവടം കാർഷികേതര തൊഴിലാണ്. അധ്യാപനവും കാർഷികേതര തൊഴിലാണ്. കന്നുകാലി വളർത്തൽ കാർഷിക തൊഴിലാണ്. മത്സ്യബന്ധനം കാർഷിക തൊഴിലാണ്. നിയമപാലനം കാർഷികേതര തൊഴിലാണ്. തേനീച്ച വളർത്തൽ കാർഷിക തൊഴിലാണ്. റബ്ബർ ടാപ്പിംഗ് കാർഷിക തൊഴിലാണ്. ഇങ്ങനെയാണ് വേർതിരിച്ച് എഴുതേണ്ടത്. 3 എണ്ണം മാത്രമാണ് കാർഷികേതര തൊഴിലുകൾ വരുന്നത്: നിയമപാലനം, അധ്യാപനം, കച്ചവടം. ബി ചോദ്യം, നൽകിയിരിക്കുന്നവയിൽ വരുമാന സ്രോതസ് അല്ലാത്തതേത്? ഏതിൽ നിന്നാണ് വരുമാനം ലഭിക്കാത്തത് എന്നാണ്. കൃഷിയിൽ നിന്ന് വരുമാനം ലഭിക്കുന്നുണ്ട്. ഓപ്ഷൻ ബി സന്നദ്ധ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പൊതുപ്രവർത്തനമാണ്. സോ അതിൽ നിന്ന് നമുക്ക് വരുമാനം ലഭിക്കില്ല. സാമൂഹികമായിട്ട് നമ്മൾ സേവനം ചെയ്യാൻ പ്രവർത്തിക്കുകയാണ്. സോ ഇതിൽ നിന്ന് നമുക്ക് വരുമാനം ലഭിക്കില്ല. സോ നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ആണ്. അത് സി ആസ്തികൾ വരുമാനം ലഭിക്കുന്നുണ്ട്. നമുക്ക് വീടൊക്കെ വാടക കൊടുത്താൽ, വീടൊരു ആസ്തിയാണ്, അതൊക്കെ വാടക കൊടുത്താൽ നമുക്ക് വരുമാനം ലഭിക്കുന്നുണ്ട്. ഡി കച്ചവടത്തിലൂടെ നമുക്ക് വരുമാനം ലഭിക്കുന്നുണ്ട്. സോ ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി സന്നദ്ധ പ്രവർത്തനം ആണ്. ഇത്രയുമാണ് നിങ്ങൾക്ക് ഈ ഒരു പേപ്പറിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങൾ. നമ്മൾ 5ാം ക്ലാസ്സിന്റെ സാമൂഹിക ശാസ്ത്രത്തിന്റെ വേറെയും മോഡൽ പേപ്പർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ പോയി നോക്കിയാൽ കാണാം. അല്ലെങ്കിൽ നിങ്ങൾ ലിങ്ക് എന്ന് കമൻ്റ് ആയിട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഞാൻ ഏറ്റവും മുകളിലായിട്ട് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തും കൊടുക്കാം. സോ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കുക. പിന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻ്റ് ആയിട്ട് അറിയിക്കുക. ക്ലാസ് 1 മുതൽ ക്ലാസ് 7 വരെ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾ ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ മെസ്സേജ് ആക്കിയാൽ മതി. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.